ഇനി ഞാൻ തുടക്കത്തിൽ ഓദിച്ച 2-3 ആയത്ത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവന് തീർച്ചയായും കാത്തു സൂക്ഷിക്കേണ്ട ചില ക്വാളിറ്റികൾ സൂറത്തുൽ ഹുജറാത്തിലൂടെ അല്ലാഹ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, നിങ്ങൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കാൻ പാടില്ല. വലാ നിസാഉം മിൻ നിസാഇൻ അസാ അയ്യകുന്ന ഖൈറൻ മിൻഹുൻ, ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെ പരിഹസിക്കാൻ പാടില്ല. വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്, ഹൃദയത്തിന് വേദനയുണ്ടാക്കുന്ന കുത്തുവാക്കുകൾ നിങ്ങൾ പറയാൻ പാടില്ല. ചീത്തപ്പേര് കൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ സഹോദരന്റെ മനസ്സ് നിങ്ങൾ വേദനിപ്പിക്കാൻ പാടില്ല. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്. ഫഅസ്ലിഹൂ ബൈന അഖ്വൈകും, അതുകൊണ്ട് നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ നന്മ ചെയ്യുക. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. ഈ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, പരിഹസിക്കാൻ പാടില്ല എന്നുള്ള പറഞ്ഞ ക്വാളിറ്റി, അത് നമ്മൾ പല ആളുകൾക്കുമില്ല. അതൊരു വലിയ ക്വാളിറ്റിയാണ്, ചെറിയ ക്വാളിറ്റി ഒന്നല്ല. എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ വ്യക്തമായി ഇത്ര കാര്യം എടുത്തു പറഞ്ഞത്? ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ പരിഹസിക്കാൻ പാടില്ല എന്ന് അവിടെ റബ്ബ് പറഞ്ഞത്. എന്തിനാ അല്ലാഹ് അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മനുഷ്യനുള്ള ഏറ്റവും വൃത്തികെട്ട, നീചവും നിന്യവും നികൃഷ്ടവുമായ ഒരു സ്വഭാവമാണ് പരിഹസിക്കുക എന്നുള്ളത്. വൃത്തികെട്ട ഒരു സ്വഭാവം. പലപ്പോഴും ഗവൺമെന്റ് കോളേജുകളിൽ, നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ആളുകൾ ഗവൺമെന്റ് കോളേജുകളിൽ പഠിച്ച ആളുകളായിരിക്കുമല്ലോ. ഗവൺമെന്റ് കോളേജുകളിൽ ഇരട്ടപ്പേരില്ലാത്ത ഒരൊറ്റ ടീച്ചറെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇരട്ടപ്പേരില്ലാത്ത ഒരു ടീച്ചറെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിലുണ്ടായിരുന്ന മാഷന്മാരുടെ അധിക ആളുകളുടെയും പേരെനിക്കറിയില്ല, പക്ഷേ അവരുടെ ഇരട്ടപ്പേരറിയാം. പാച്ചൻ, മൂക്കൻ, സുനന്ദിനി പശു, ഇങ്ങനൊക്കെയാണ് അല്ലേ. എന്തൊക്കെയോ ഇരട്ടപ്പേരുകൾ, പരിഹാസ പേരുകൾ. പരിഹസിക്കുക എന്നുള്ളത് മനുഷ്യന് ഒരു ഹരാണ്. ഒരു തെക്ക് ഭാഗത്ത് നിന്ന് വന്നൊരു മാഷ്, ആ മാഷ് ജോഗ്രഫിയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അവര് ഭൂമി എന്നാണല്ലോ പറയാം, ഭൂമി. ആ പാവം 1ാമത്തെ ദിവസം വന്നപ്പോൾ തന്നെ അയാൾക്ക് പേര് കൊണ്ട് ഭൂമി. പിന്നെ അയാളുടെ നേൽവട്ടം കണ്ടാൽ കുട്ടികൾ ഭൂമി ഭൂമി എന്ന് പറഞ്ഞിട്ട് കൈ മുട്ടി പാട്ട് പാടാൻ തുടങ്ങും. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. ആ ഒരു കൗമാരപ്രായം തൊട്ട് മനുഷ്യൻ തുടങ്ങുന്ന കളിയാക്കാൻ, മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ, പിറകുന്ന കളിയാക്കാൻ, പിറകുന്ന പരിഹസിക്കാനുള്ള ഒരു ത്വരയുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം മാറ്റണം. പലപ്പോഴും സ്ത്രീകളൊക്കെ കല്യാണത്തിന്റെ ഫോട്ടോ കാണുമ്പോൾ അല്ലെങ്കിൽ കല്യാണത്തിന് പോയി വന്നിട്ടൊക്കെ അവർ അഭിപ്രായം പറയുന്നത് കാണാം. എന്താ അഭിപ്രായം പറയാ? ചിലപ്പോൾ ചെക്കൻ കുറച്ച് സ്റ്റൈല് കുറവായിരിക്കും, പെണ്ണ് സ്റ്റൈല് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ പെണ്ണ് കുറച്ച് സ്റ്റൈല് കുറവായിരിക്കും, ചെക്കൻ സ്റ്റൈല് കൂടുതലായിരിക്കും. അപ്പോൾ വീട്ടിൽ വന്നിട്ട് പറയും, എന്താ ഇത് അലുവയും മത്തിക്കറിയും പോലെ അലുവയും മത്തിക്കറി ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്തിനാ വെറുതെ പരിഹാസ വാക്കുകൾ പറയുന്നത്? അലുവയും മത്തിക്കറിയോ ജിലേബിയും പരിപ്പ് കറിയോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാനിത് പറയാൻ കാരണം ഞാൻ കേട്ടിട്ടുണ്ട് വ്യക്തിപരമായി. ഞാൻ ഒരുപാട് തവണ ബസ് സ്റ്റോപ്പ് കൂട്ടുകാരുടെ ഒപ്പം പോകുന്ന സമയം ചില ദമ്പതിമാരെ നോക്കിയിട്ട്, ഇതാ ചെങ്ങായി നോക്കടാ, എന്താണ് അതെന്താ അലുവയും മത്തിക്കറിയോ? ഇതെന്തിനാ സഹോദരങ്ങളെ? എന്തിനാണ് നാം ഈ പരിഹാസ വാക്കുകൾ ഉപയോഗിക്കുന്നത്? നിങ്ങൾക്കറിയോ, ചിലപ്പോ ശരീരത്തിൽ ഒരു മുറിവുണ്ടാക്കിയാൽ അത് 1 ആഴ്ച 2 ആഴ്ച കൊണ്ട് ഉണങ്ങിയേക്കാം, പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ നാം ഉണ്ടാക്കുന്ന മുറിവുകൾ കാലങ്ങളോളം അവിടെ നിൽക്കും. കാലങ്ങളോളം, വർഷങ്ങളോളം ആ മുറിവ് അവിടെ നിൽക്കും. അവിടെ കിടന്ന് നീറി 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 പുഴുത്ത് ഒരുപക്ഷെ ആ മനുഷ്യന്റെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിക്കാൻ ആ ഒരു വാക്കുകൾക്ക് സാധിച്ചേക്കും. ആ ഒരൊറ്റ വാക്കിന്. എന്റെ നാട്ടിന്റെ അടുത്ത പ്രദേശത്ത് പ്രശസ്തനായ ഒരു കള്ളനുണ്ട്. ഒരു പുരുഷായുസ് മുഴുവനും പോലീസ് സ്റ്റേഷനും ജയിലുമായി നാട്ടുകാരുടെയും പോലീസുകാരുടെയും കയ്യിൽ നിന്നും മർദ്ദനങ്ങൾ മാറി മാറി വാങ്ങി ഒരു പുരുഷായുസ് മുഴുവനും തെരുവീതികളിൽ കിടന്ന് ഒരു നായയുടെ ജന്മം പോലെ നരകിച്ചു തീർത്തൊരു മനുഷ്യൻ. ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഒരാളോട് പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹം പറയാൻ, ഞാൻ ഇങ്ങനൊന്നും ആവേണ്ട ആളല്ല, ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, എനിക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് പ്രത്യാശകൾ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ബാല്യത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മനസ്സിനെ നടുക്കിക്കളഞ്ഞ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഭവം. എൻ്റെ ഇക്കാക്കാന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 25 പൈസ കാണാതെയായി.
പുഴക്കരയിൽ എൻ്റെ കൂട്ടുകാരോടൊത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്തേക്ക് ഇക്കാക്ക വന്നു. എന്നോട് ചോദിച്ചു, എടാ നീ ആ 25 പൈസ എടുത്തോ? ആ 25 പൈസ നീ എടുത്തോ? വളരെ നിഷ്കളങ്കമായി ഞാൻ എൻ്റെ ഇക്കാക്കാനോട് പറഞ്ഞു, ഇല്ലക്ക ഞാൻ എടുത്തിട്ടില്ല, ചിലപ്പോൾ കട്ടിൻ്റെ അടിയിലോ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നമുക്ക് പോയി നോക്കാവാ എന്ന് പറഞ്ഞ എന്നെ എൻ്റെ ഇക്കാക്ക പ്രഹരിച്ചു. എൻ്റെ സ്വന്തം സഹോദരൻ, എൻ്റെ ഉമ്മയുടെ ഉദരത്തിൽ പിറന്നവൻ എന്നെ എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ വെച്ച് പ്രഹരിച്ചു. അവിടെയും അവസാനിപ്പിച്ചില്ല. എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ വെച്ച് എൻ്റെ അടിവസ്ത്രമടക്കം അവൻ അഴിപ്പിച്ചു. എൻ്റെ അടിവസ്ത്രം അടക്കം അവൻ അഴിപ്പിച്ചു. എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ നാണം കെട്ടു. ഞാൻ ഇന്യനായി, ഞാൻ എളിപ്യനായി. എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. ഇതിന് ഞാൻ പകരം വിട്ടു. എൻ്റെ ഇക്കാക്ക ഏതൊരു കാര്യമാണോ എന്നെ ആരോപിച്ചത്, അതേ പ്രവൃത്തി ഞാൻ ചെയ്യും. ഒരു തവണ ഞാനത് ചെയ്യും. അങ്ങനെയാണ് വീട്ടിൽ ഒളിപ്പിച്ച് വെച്ച, വീട്ടിൽ എന്തോ ആവശ്യത്തിന് വെച്ച പണം എടുത്ത് ചങ്ങായിമാരെ കൂട്ടി ഞാൻ ഒരുപാട് ചെലവഴിച്ചു, ആഘോഷിച്ചു. ആ ഒരു കളവ് ഞാൻ നടത്തി. എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അതിനുശേഷം വേറെ കളവുകൾ നടത്തണമെന്ന്. പക്ഷേ അതിനുശേഷം എൻ്റെ വീട്ടിൽ എന്ത് കാണാതായാലും, എന്ത് നഷ്ടപ്പെട്ടാലും എൻ്റെ വീട്ടുകാർ എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. സംശയദൃഷ്ടിയോടുകൂടി എന്നെ നോക്കാൻ തുടങ്ങി, എന്നെ വിമർശിക്കാൻ തുടങ്ങി. നാട്ടിൽ മുഴുവൻ വീട്ടില് കള്ളൻ എന്ന പേരായി. അത് ക്രമേണ അയൽ വീടുകളിലേക്കും നാട്ടിൽ മുഴുവൻ പാട്ടായി. സ്കൂളിൽ എനിക്ക് കള്ളൻ എന്ന പേര് കിട്ടി. കുട്ടികളുടെ പെൻസിൽ കാണാതെയാകുമ്പോ, പെണ്ണ് കാണാതെയാകുമ്പോ, റബ്ബർ കാണാതെ, എറൈസർ കാണാതെയാകുമ്പോ കുട്ടികൾ എന്നെ സംശയത്തോടെ നോക്കാൻ തുടങ്ങി, എന്നെ സംശയദൃഷ്ടിയോടെ നോക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ വലിയ കള്ളനായി മാറി. പലപ്പോഴും ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും കരകയറി വരണം, അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിക്കണം എന്നാഗ്രഹിച്ച് ഞാൻ നല്ല ഒരു ജീവിതത്തിലേക്ക്, നോർമലായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം എൻ്റെ സമുദായവും എൻ്റെ കുടുംബവും കള്ളത്തരത്തിലേക്ക് എന്നെ ചവിട്ടിയിട്ടു. എന്നിട്ട് അവരെന്നെ പീഡിപ്പിച്ചു, അവരെന്നെ വേദനിപ്പിച്ചു, അവരെന്നെ പ്രയാസപ്പെടുത്തി. ഇന്ന് ഞാൻ മരിക്കാനായി, എൻ്റെ ജീവിതം ഏകദേശം അവസാനിക്കാനായി. ഞാൻ മോഷണം നടത്തിയിട്ട് വർഷങ്ങളായി. പക്ഷേ എങ്കിലും തെരുവിലൂടെ ഞാൻ നടക്കുന്ന സമയത്ത് ആളുകൾ കൈ ചൂണ്ടിക്കൊണ്ട് പറയും, അതാ കള്ളൻ പോകുന്നു. മക്കൾക്ക് കൈ ചൂണ്ടിക്കൊണ്ട് കാണിച്ചു കൊടുക്കും, ഓനെപ്പോലെ നീ ആകരുത് മോനെ, എന്ത് തെറ്റ് ഞാൻ ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കള്ളന്റെ ജീവിതം നശിക്കാൻ, ഈ ഒരു കള്ളന്റെ ജീവിതം മുഴുവൻ വഴിയാധാരമാകാൻ, ഈ ഒരു കള്ളന്റെ ജീവിതം ഒരു മനുഷ്യ ജന്മത്തിനും എത്രയോ അപ്പുറത്ത് പുറംപോക്കിലേക്ക് വലിച്ചെറിയപ്പെടാൻ കാരണം എന്താണ്? സ്വന്തം ഉമ്മയുടെ വയറ്റിൽ പിറന്ന സഹോദരൻ ഒരു സംശയത്തിന്റെ പേരിൽ ചെയ്തു കൂട്ടിയ ഒരു കാര്യം, വാക്കുകൾ അല്ലേ സഹോദരങ്ങളെ? നമ്മുടെ മക്കളോട്, നമ്മുടെ അനുജന്മാരോട്, നമ്മുടെ കൂട്ടുകാരോട് വാക്കുകൾ പറയുമ്പോൾ, അവരോട് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ആ പാവത്തിന്റെ ജീവിതത്തെ മുഴുവനും നമ്മുടെ ആ പ്രവൃത്തി, നമ്മുടെ ആ വാക്കുകൾ ബാധിച്ചേക്കാം. സൂക്ഷിക്കണം. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം. ഒരു സമുദായം മറ്റൊരു സമുദായത്തെ പരിഹസിച്ചു പോകരുത്. ഒരു മദ്രസയിൽ പഠിപ്പിക്കാൻ പോയ സമയം, സാധാരണ അധ്യാപനം പരിചയമില്ലാത്ത ഒരു ഏരിയ, അതുകൊണ്ട് തന്നെ ക്ലാസ്സിലേക്ക് പോയാൽ കുട്ടികളുമായി കൂടുതൽ അടുക്കാറാണ് പതിവ്. ഒരു ക്ലാസ്സിലേക്ക് ചെന്നു, കുട്ടികളോട് ചോദിച്ചു, മക്കളെ നിങ്ങളുടെയൊക്കെ പേരൊന്ന് പറയൂ. അതിലൊരു കുട്ടി പറഞ്ഞ പേര്, എൻ്റെ പേര് പേരക്ക എന്നാണ്. 3ാം ക്ലാസ്സിലെ കുട്ടിയാണ്. ഓൻ എന്നെ കളിയാക്കിയതാണ്, ഓനറിയുന്ന സാമർത്ഥ്യം ഉപയോഗിച്ച് കളിയാക്കിയതാണ്. എൻ്റെ പേര് പേരക്കയാണ്. ശരി. ഞാൻ അവനെക്കുറിച്ച് അന്വേഷിച്ചു. പോക്കിരിയാണ്, മദ്രസയിലെ ഏറ്റവും നല്ല പോക്കിരിയാണ്. ഞാൻ അവൻ്റെ വാപ്പാനോട് സംസാരിച്ചു. അവൻ മുന്നിലുണ്ട്. അവൻ്റെ വാപ്പ പറഞ്ഞു, മൗലവി ഓൻ നന്നാവൂല, ഓൻ്റെ കാര്യങ്ങൾ വിട്ടേക്ക്, ഓൻ നന്നാവൂല, ഓൻ ഒരിക്കലും നേരെയാവാൻ പോണില്ല. എത്ര ഉപദേശിച്ചു കൊടുത്തു, എന്തൊരു സാധനാണിത്, ഇതെന്തിനാ ജനിച്ച പഠിച്ചോരെ, എന്നെ അലാക്കാക്കാൻ എന്നൊക്കെ പറഞ്ഞ് അയാൾ 2-3 വർത്താനം. സത്യത്തിൽ വല്ലാതെ ദേഷ്യം വന്നു. ഞാൻ അയാളെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകനല്ല, നിങ്ങളാണ് വൃത്തികെട്ടവൻ, നിങ്ങളുടെ മകനല്ല. ആ 3 ക്ലാസ്സിൽ പഠിക്കുന്ന 8 വയസ്സുള്ള 7 വയസ്സുള്ള ആ ബാലൻ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകൾ അവന്റെ അബോധ മനസ്സ് സ്വീകരിച്ചു. നിങ്ങൾ എപ്പോഴെങ്കിലും അവന്റെ മുഖത്ത് നോക്കി ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? അവനെ അഭിനന്ദിച്ചൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഞാൻ വെറുതെ പറയല്ല. പള്ളിയിൽ നിന്നാണല്ലോ സംസാരിക്കണത്. അവിടെ നിന്ന് ഏകദേശം ഒരു 2-3 ആഴ്ച
ആ മദ്രസയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവനെ ഏറ്റവും നല്ലൊരു കുട്ടിയായി തിരിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അത് മായാജാലുള്ളതുകൊണ്ടോ കറാമത്തുള്ളതുകൊണ്ടോ അല്ല. ആദ്യം ചെയ്തത് സദറിൻ്റെ അനുവാദത്തോടു കൂടി ആ കുട്ടിയെ മദ്രസയിലെ ലീഡറാക്കി. അതിനുശേഷം മോന് വല്ലാത്ത മാറ്റം. ഞാൻ ലീഡറാണ്, ഞാൻ എങ്ങനെ വൃത്തികേട് കളിക്കുക? മദ്രസയിൽ എപ്പോഴും താമസിച്ചു വരുന്നോ കുറച്ച് നേരത്തെ വരാൻ തുടങ്ങി. നേരത്തെ വരുമ്പോഴൊക്കെ മനഃപൂർവ്വം അവനെ അഭിനന്ദിച്ചു. ആ അഭിനന്ദനങ്ങൾ അവൻ്റെ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിച്ചു. ഞാൻ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വരുന്നത് വരെ അവനെന്നെ ഫോണിൽ വിളിക്കുമായിരുന്നു. ആഴ്ചയിൽ വിളിക്കും. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. കാരണം അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ മെൻറ്റാലിറ്റി മാറ്റാൻ, അവൻ്റെ ആ ഒരു സ്വഭാവം മാറ്റാൻ കാരണക്കാരനായി. അൽഹംദുലില്ലാ സഹോദരങ്ങളെ, ഇവിടെ ആ നല്ല വാക്കുകൾ, ആ പിഞ്ചു ബാലന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത നല്ല വാക്കുകൾ അവന് മറ്റൊരു വ്യക്തിയായി രൂപീകരിക്കുകയാണ്. അവന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത മോശം വാക്കുകൾ അവനെ മോശമായൊരു വ്യക്തിയായി രൂപീകരിക്കുകയാണ്. ഒരു കുട്ടിയെ നാം വിമർശിക്കുന്ന സമയത്ത്, അടച്ചാക്ഷേപിക്കുന്ന സമയത്ത് അവൻ തകർന്നു പോകാൻ, അവൻ നന്നാവല്ല. എന്റെ വാപ്പ എന്നെ അങ്ങനെ പറഞ്ഞു ഞാൻ നന്നാവാ അല്ല, അതല്ല ഉണ്ടാവുക. അവൻ മോശമാണ് ചെയ്യുക. മക്കളോടായാലും ആരോടായാലും നല്ല വാക്കുകൾ മാത്രം സംസാരിച്ച് ശീലിക്കുക, നല്ല വർത്തമാനങ്ങൾ മാത്രം പറഞ്ഞ് ശീലിക്കുക. അതുകൊണ്ടാണ് ഈ പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഇങ്ങനെ പറഞ്ഞത്, കുത്തുവാക്കുകൾ നിങ്ങൾ പറയരുത്, മനസ്സ് വേദനിപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങൾ പറയരുത്. കാരണം ഒരുപക്ഷെ അതൊരുവന്റെ